ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മഞ്ചിഷ്ട വെച്ചിട്ടുള്ള ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മഞ്ചിഷ്ട വെച്ചിട്ട് നമുക്ക് ഷീറ്റ് മാസ്ക് അതുപോലെ തന്നെ ടോണറൊക്കെ തയ്യാറാക്കാൻ പറ്റും. അപ്പം ടോണർ ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഷീറ്റ് മാസ്ക് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം. അപ്പം എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസമൊക്കെ നമുക്ക് ഈ ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേന്ന് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോയും നല്ലൊരു ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ പിമ്പിൾസ് ഉള്ള വ്യക്തികളിലാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിമ്പിൾസിനെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പോഴ്സിനെ നന്നായിട്ട് മിനിമൈസ് ചെയ്യാനും ഫേസ് നല്ലൊരു ഗ്ലോയും നല്ലൊരു യങ്ങായിട്ടൊക്കെ ഇരിക്കാനൊക്കെ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫേസിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും, ഇപ്പോൾ ഓണെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ കാണാൻ പറ്റൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു ബൗൾ നിറയെ മഞ്ചിഷ്ടയുടെ വേരാണ്. നമുക്കിനി ഇതിന് ഇടിച്ച് ചതച്ച് എടുക്കണം. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വേര് തന്നെ വേണോ പൊടി മതിയോ ചേച്ചിന്ന്. പൊടി പറ്റില്ല കേട്ടോ. പൊടി അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് പൊടി എടുക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ പൊടി അടുക്കി പിടിക്കാതെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷേ അടുക്കി പിടിച്ച് കരിഞ്ഞു പോയാൽ പിന്നെ നമുക്കത് ഉപയോഗമില്ലാതെ പോകും. അതുകൊണ്ടാണ് അങ്ങനെ എടുക്കരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ നല്ല പോലെ തന്നെ ചതച്ചതിന് ശേഷം നമുക്ക് 2 ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന മഞ്ചിഷ്ട നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ബൗളോളം, അത് എൻ്റെ കയ്യിൽ ഒരു പിടി മഞ്ചിഷ്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ എടുക്കുന്ന നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഗ്രീൻ ടീ ആണ്. അപ്പോൾ ഗ്രീൻ ടീ ഉള്ളവർക്ക് യൂസ് ചെയ്യാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നമ്മുടെ മൗത്തിലെ പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ക്ലിയർ ആവാനും ആൻസും പിമ്പിൾസും ഒക്കെ മാറാനും നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഗ്രീൻ ടീയും ഏകദേശം ഒരു പിടി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ വെള്ളത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ തന്നെ ഇതിനെ തിളപ്പിച്ച് വറ്റിക്കണം. വറ്റിച്ചിട്ട് നമ്മൾ നേർ പകുതിയാക്കി ഇതുപോലെ എടുക്കണം. അതായത് 2 ഗ്ലാസ് വെള്ളം എടുത്തെങ്കിൽ നമ്മൾ വറ്റിച്ച് ഇതേപോലെ 1 ഗ്ലാസ് ആക്കി മാറ്റണം. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരിപ്പയിലിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ വേസ്റ്റ് ആവശ്യമില്ല, ഈ ജ്യൂസ് മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം ഈ മഞ്ചിഷ്ടയുടെ ജ്യൂസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കി വെക്കുന്ന മിശ്രിതം നമുക്ക് 1-2 ആഴ്ച വരെ നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്നിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ലാവണ്ടർ എസൻഷ്യൽ ഓയിലാണ്. നിങ്ങളെ കയ്യിൽ ഏത് എസൻഷ്യൽ ഓയിലുണ്ടോ അത് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ 3 ഡ്രോപ്പോളം എടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ അലോവേര ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നിറയെ അലോവേര ജെല്ല് എടുത്തതിന് ശേഷം ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ അത് പുറത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. മാക്സിമം 1 ആഴ്ച വരെ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പറ്റൂ. അപ്പോൾ നമുക്ക് ഷീറ്റ് മാസ്ക് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഈ ലിക്വിഡ് ഇങ്ങനെ മാത്രം എടുത്ത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് ഷീറ്റ് മാസ്ക് തയ്യാറാക്കാം. ഇനി നമുക്ക് എടുക്കേണ്ടത് ഷീറ്റ് മാസ്കിൻ്റെ ബേസാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരു ഷീറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഷീറ്റ് മാസ്ക് നന്നായിട്ട് മടക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോളം നമ്മൾ അതിനകത്ത് തന്നെ അതിങ്ങനെ മുക്കി വെക്കണം. അതിന് ശേഷം വേണം നമ്മളിത് എടുക്കാനായിട്ട് യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആ ഷീറ്റ് മാസ്കിലേക്ക് നന്നായിട്ട് ഈ ലിക്വിഡ് അബ്സോർബ് ആവും. അപ്പോൾ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് ഫേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഷീറ്റ് മാസ്ക് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾ ഷീറ്റ് മാസ്ക് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഷീറ്റ് മാസ്കിൻ്റെ ബേസ് ഉണ്ടല്ലോ അത് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ വഴി വാങ്ങണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും വൈറ്റ് കളറിലുള്ള കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതിയോ. അപ്പോൾ വൈറ്റ് കളർ തന്നെ മസ്റ്റായിട്ടും വേണം കേട്ടോ. എങ്കിൽ നമുക്ക് ഇൻഫെക്ഷനിൽ നിന്നൊക്കെ നന്നായിട്ട് പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു കളറാണ് ഈ വൈറ്റ് കളർ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് കളർ ഉണ്ടെങ്കിൽ വൈറ്റ് കളർ തന്നെ എടുക്കുക. അണുബാധയൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമുക്കിത് കോട്ടൺ തുണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 3 പ്രാവശ്യവും 4 പ്രാവശ്യം വരെയൊക്കെ നമുക്ക് കഴുകി ഉണക്കി നന്നായിട്ട് വെയിലത്ത് ഇട്ടതിന് ഉണക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം കോട്ടൺ തുണിയാണെങ്കിലും മതിയാവും. അപ്പം നമ്മളിവിടെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാസ്ക് ഉണ്ടല്ലോ അതെടുക്കുക. അപ്പോൾ അതെടുത്തതിന് ശേഷം നമുക്കപ്പോൾ അതിനകത്ത് നന്നായിട്ട് ലിക്വിഡി ഫോം ആയിരിക്കും ഉണ്ടാവുക. കാരണം നമ്മൾ അങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കുറച്ച് ആ ലിക്വിഡിൽ നിന്ന് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം.
വളരെ കുറച്ച് മതിയാവും നമുക്ക് ഈ കോട്ടൺ എന്താണ് നമ്മുടെ ഈ ഷീറ്റ് മാസ്കിന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീണ്ടും റീയൂസ് ചെയ്യാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തും വെച്ചും യൂസ് ചെയ്യാം. കാരണം നമുക്ക് എല്ലാം ചേർത്തിരിക്കുന്നതൊന്നും കേടായി പോകത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് കേടായി പോകത്തൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പുറത്തും വെച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു 2-3 ദിവസം വരെ നമുക്ക് പുറത്ത് വെച്ച് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഷീറ്റ് മാസ്ക് ആണ്. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ദിവസങ്ങളിലും ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാ ഷീറ്റ് മാസ്ക് എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതേമാതിരി തന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ഫേസിൽ അങ്ങനെ വെക്കുക. അതിന് ശേഷം വേണം നമ്മളിത് ലീവ് ചെയ്യാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ മാസ്ക് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വേണം ഇത് റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ നൈറ്റ് ടൈമിൽ വേണം ഇത് അപ്ലൈ ചെയ്യാം. വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്കിന്നിൽ ഇത് നന്നായിട്ട് അബ്സോർബ് ആവും. രാവിലെ നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷിൽ വാഷ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ രാത്രി ഇത് 20 മിനിറ്റ് നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതെടുത്ത് മാറ്റാം. നമുക്ക് ഷീറ്റ് മാസ്ക് മാറ്റാം. പക്ഷേ നമ്മുടെ ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ വാട്ടറിൽ പിറ്റേന്ന് തന്നെ വാഷ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ മുകളിലേക്ക് വേണം ഇതിനെ പൊടിച്ചെടുക്കാനായിട്ട് കേട്ടോ. കണ്ടോ നമ്മുടെ ഫേസിൽ ആ ഒരു ഗ്ലോ നിങ്ങൾ കണ്ടോ? ഇനി നമ്മുടെ ഈ ഷീറ്റ് മാസ്കിനകത്ത് തന്നെ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ലിക്വിഡ് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ. കണ്ടോ വളരെ യൂസ്ഫുള്ളാണ്. കണ്ടോ നമ്മുടെ കയ്യിലെ ടാനിങ്ങും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറ്റും. അതുപോലെ തന്നെ നമ്മുടെ കൈമുട്ടിലൊക്കെ ഉണ്ടാവില്ലേ കറുപ്പ്, അത് മാറ്റാനായിട്ട് നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ക്ലോത്തിനകത്ത്, അതായത് നമ്മുടെ ഈ ഷീറ്റ് മാസ്കിന് എത്രത്തോളം ഉണ്ടോ അതത്ര നമ്മുടെ ബോഡിയിലേക്ക് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമ്മളിത് വാഷ് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ സ്കിന്നിലേക്ക് ഇത് നന്നായിട്ട് അബ്സോർബ് ആയി നന്നായിട്ടൊന്ന് ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് നോർമലി കിടക്കുന്ന കണക്കിന് പോയി കിടക്കാം. പിറ്റേന്ന് രാവിലെ നോർമൽ വാട്ടറിൽ നമ്മൾ സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാണ്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ലപോലെ സോഫ്റ്റ് ആവുന്നുണ്ടോ. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.